എൻ്റെ ടോപ്പിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ വളരെ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാനും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യാനും നമുക്ക് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാനും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും AI അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി, സെക്യൂരിറ്റി, കസ്റ്റമർ എക്സ്പീരിയൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാനും കഴിയും. റോൾസ് ഓഫ് AI ഇൻ ഫിനാൻസ് ആൻഡ് ബാങ്കിങ്. ഫസ്റ്റ് വൺ, കസ്റ്റമർ സർവീസ് ഓട്ടോമേഷൻ. AI ചാറ്റ്ബോട്ട്സും വെർച്വൽ അസിസ്റ്റൻസും 24/7 കസ്റ്റമർ ക്വറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. റെസ്പോൺസ് ടൈം ഇംപ്രൂവ് ചെയ്യും. പിന്നെ സ്റ്റാഫിൻ്റെ വർക്ക് ലോഡൊക്കെ കുറയ്ക്കാനും കഴിയും. സെക്കൻഡ് വൺ, ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. AI ട്രാൻസാക്ഷൻ പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും അൺയൂഷ്വൽ ആക്ടിവിറ്റി ഉണ്ടായാൽ അത് ഡിറ്റക്റ്റ് ചെയ്യും. പിന്നെ ഫ്രോഡ് ആൻഡ് മണി ലോണ്ടറിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ, ക്രെഡിറ്റ് സ്കോറിംഗ് ആൻഡ് ലോൺ പ്രോസസ്സിംഗ്. AI നോൺ ട്രഡീഷണൽ ഡാറ്റാ സോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്രെഡിറ്റ് വർത്തിനെസ് ഇവാലുവേറ്റ് ചെയ്യും. ഫാസ്റ്റായിട്ട് ലോൺ അപ്രൂവൽസ് ഒക്കെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബയാസ് കുറയ്ക്കാനും കഴിയും. ഫോർത്ത് വൺ, അൽഗോരിതമിക് ട്രേഡിംഗ്. AI സിസ്റ്റം സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ഓട്ടോമേറ്റ് ചെയ്യും ഫോർ ബെറ്റർ റിട്ടേൺസ്. ആൻഡ് ഫിഫ്ത്ത് വൺ, പേഴ്സണലൈസ്ഡ് ബാങ്കിങ്. AI പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ തരും. കസ്റ്റമർ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ റെക്കമെൻഡേഷനും തരും. ബെനിഫിറ്റ്സ് ഓഫ് AI ഇൻ ബാങ്കിങ്. ഫസ്റ്റ് വൺ, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. KYC, കോംപ്ലിയൻസ് പോലെയുള്ള റിപ്പീറ്റേറ്റീവ് പ്രോസസ്സൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്പീഡായിട്ട് എല്ലാ പ്രോസസ്സും നടക്കും. സെക്കൻഡ്, കോസ്റ്റ് റിഡക്ഷൻ. മാൻ പവർ റിക്വയർമെൻറ്റും ഓപ്പറേഷണൽ കോസ്റ്റും കുറയാനുള്ള സാധ്യതയുണ്ട് AI യൂസ് ചെയ്യുമ്പോൾ. തേർഡ് വൺ, എക്യുറസി. ട്രാൻസാക്ഷനിലും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിലും എറേഴ്സ് ഒക്കെ കുറയും. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കിട്ടും. ബെറ്റർ സെക്യൂരിറ്റി. റിയൽ ടൈം ഫ്രോഡ് മോണിറ്ററിങ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല സെക്യൂർഡ് ആയിരിക്കും. അതുകൊണ്ട് ട്രസ്റ്റ് കൂടുകയും ചെയ്യും. ഇംപ്രൂവ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. പേഴ്സണലൈസ്ഡ് സർവീസസ് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് കസ്റ്റമേഴ്സിനൊക്കെ സാറ്റിസ്ഫാക്ഷൻ കൂടും. ചാലഞ്ചസ് ഓഫ് AI ഇൻ ഫിനാൻസ്. ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റിസ്കസ്. സെൻസിറ്റീവ് കസ്റ്റമർ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ സ്ട്രിക്റ്റ് പ്രൊട്ടക്ഷൻ വേണം. സെക്കൻഡ്, ബയാസ് ഇൻ അൽഗോരിതംസ്. ട്രെയിനിങ് ടൈമിൽ ബയാസ്ഡ് ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ AI അൺഫെയർ ഡിസിഷൻസ് എടുക്കും. ഹൈ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ്. AI സിസ്റ്റംസ് വളരെ എക്സ്പെൻസീവാണ്. ഡിപ്ലോയ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എക്സ്പെൻസീവാണ്. റെഗുലേറ്ററി കോംപ്ലിയൻസ്. ബാങ്കിങ് AI സിസ്റ്റംസ് ഗവൺമെൻറ് റൂൾസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഹ്യൂമൻ ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓട്ടോമേഷൻ പ്രോസസ്സൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജോബ്സൊക്കെ റെഡ്യൂസ് ആകും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഓഫ് AI ഇൻ ബാങ്കിങ്. AI-driven financial advices will become more common. Blockchain plus AI integration for secure transactions. Voice recognition banking for authentication. Predictive analytics to foresee customer needs and risks. ഇത് കൺക്ലൂഡ് ചെയ്യുന്ന പറയുന്നതാണെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് റീഷേപ്പിംഗ് ദ ഫിനാൻസ് ആൻഡ് ബാങ്കിങ് ഇൻഡസ്ട്രി ബൈ മേക്കിംഗ് ഇറ്റ് മോർ എഫിഷ്യൻറ്റ്, സെക്യൂർഡ്, കസ്റ്റമർ ഫ്രണ്ട്ലി. ഡാറ്റ പ്രൈവസി, എത്തിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ബെനിഫിറ്റ്സ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ AI എന്തായാലും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. താങ്ക് യു.